ബ്രഹ്മമുഹൂർത്തത്തിന്റെ രഹസ്യവും അത്ഭുത ധ്യാനവിദ്യയും. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ചാണ്. നിങ്ങൾ വെറും 7 ദിവസത്തേക്ക് തുടർച്ചയായി കട്ടിലിൽ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇരുന്നുകൊണ്ടോ ഈ വിദ്യ പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഏത് ആഗ്രഹവും പ്രാർത്ഥനയും സഫലമാകും. നിങ്ങൾ ഈ വിദ്യ ബ്രഹ്മമുഹൂർത്തത്തിൽ വേണം പരിശീലിക്കാൻ. അതുകൊണ്ട് ആദ്യം നമുക്ക് ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യാം. അതിനുശേഷം ഇതിന്റെ വിദ്യയെക്കുറിച്ച് സംസാരിക്കാം. രാവിലെ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 24 മിനിറ്റ് മുതൽ രാവിലെ 6 മണി വരെയുള്ള 1 മണിക്കൂർ 36 മിനിറ്റ് നീളുന്ന ആ സവിശേഷമായ പ്രഭാത സമയത്തെയാണ് ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ മറ്റ് ചില വിശ്വാസങ്ങളുമുണ്ട്. നമ്മൾ പ്രാചീന ഗ്രന്ഥങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവയുടെ അടിസ്ഥാനത്തിൽ രാത്രിയെ 4 കാലങ്ങളായി വിഭജിച്ചിരിക്കുന്നു. രുദ്രകാലം വൈകുന്നേരം രാവിലെ 6 മണി മുതൽ രാത്രി പകൽ 9 മണി വരെ ഇത് സ്വാധീനം ചെലുത്തുന്നു. രാക്ഷസകാലം രാത്രി പകൽ 9 മണി മുതൽ രാത്രി ഉച്ചയ്ക്ക് 12 മണി വരെ ഇത് സ്വാധീനം ചെലുത്തുന്നു. ഗന്ധർവകാലം രാത്രി ഉച്ചയ്ക്ക് 12 മണി മുതൽ പുലർച്ചെ 3 മണി വരെ ഇത് സ്വാധീനം ചെലുത്തുന്നു. മനോഹരകാലം പുലർച്ചെ 3 മണി മുതൽ രാവിലെ 6 മണി വരെ ഇത് സ്വാധീനം ചെലുത്തുന്നു. ഇതിനെ അവസാന പ്രഹരം എന്നും വിളിക്കുന്നു. ബ്രഹ്മമുഹൂർത്തത്തിന്റെ സമയവും പ്രാധാന്യവും. ബ്രഹ്മമുഹൂർത്തത്തിന്റെ സമയത്തെക്കുറിച്ചുള്ള വിശ്വാസങ്ങൾ ഈ മനോഹരകാലത്തിൽ, അതായത് പുലർച്ചെ 3 മണി മുതൽ രാവിലെ 6 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള സമയത്തിനിടയിലാണ് വരുന്നത്. പല രാജ്യങ്ങളിലും സൂര്യോദയ സമയത്തിൽ വ്യത്യാസമുള്ളതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ബ്രഹ്മമുഹൂർത്തത്തിന്റെ ഒരേയൊരു നിശ്ചിത സമയം പറയാൻ കഴിയില്ല. എങ്കിലും നിങ്ങൾ മനോഹരകാലത്തിനിടയിൽ, അതായത് പുലർച്ചെ 3 മണിക്കും രാവിലെ 6 മണിക്കുമിടയിൽ എപ്പോൾ നേരത്തെ ഉണർന്നാലും ആ സമയം അമൃതവേള അഥവാ ബ്രഹ്മമുഹൂർത്തമായി കണക്കാക്കാം. നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിന്റെ വാച്യാർത്ഥം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ, ബ്രഹ്മമെന്നാൽ ദേവൻ അഥവാ ജ്ഞാനത്തിന്റെ ദേവൻ എന്നാണ് അർത്ഥം. മുഹൂർത്തം എന്നാൽ സമയത്തിന്റെ ഒരു ഭാഗം, അതായത് നമ്മൾ ജ്ഞാനം മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു സമയം. ചുരുക്കത്തിൽ ജ്ഞാനം മനസ്സിലാക്കാനുള്ള സമയത്തെയാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുന്നത്. ബ്രഹ്മമുഹൂർത്തത്തെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചർച്ചകൾ നമ്മുടെ ശാസ്ത്രങ്ങളിൽ നടന്നിട്ടുണ്ട്. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രപഞ്ചവും ദൈവിക ശക്തികളും അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. ഈ സമയത്ത് നിങ്ങളുടെ ഉറക്കം പെട്ടെന്ന് ഉണരുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ശുഭകരമായ ഊർജം നിങ്ങളുമായി ബന്ധപ്പെടാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് എഴുന്നേറ്റ് ധ്യാനം പോലുള്ള ശുഭകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഊർജത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ലഭിക്കും. കൂടാതെ ഈ സമയത്ത് വീശുന്ന വായുവിനെ അമൃതവായു എന്ന് വിളിക്കുന്നു. കാരണം എല്ലാ മലിനീകരണവും ദൂഷിതവായുവും മാറി അന്തരീക്ഷത്തിൽ ഓക്സിജൻ സമൃദ്ധമായി നിറഞ്ഞു നിൽക്കും. രാത്രിയിൽ മഞ്ഞ് വീഴുന്നത് കാരണം അന്തരീക്ഷം പകലിനെ അപേക്ഷിച്ച് വളരെ തണുപ്പുള്ളതും മനോഹരവുമായിരിക്കും. ഈ സമയത്ത് അന്തരീക്ഷം തികച്ചും ശാന്തമായിരിക്കും. കൂടാതെ ഉറക്കമുണരുന്നതിനാൽ നമ്മുടെ മസ്തിഷ്കത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും തികച്ചും ശാന്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ സമയത്ത് പഠിക്കുകയോ എന്തെങ്കിലും പ്ലാൻ ചെയ്യുകയോ ആത്മപരിശോധന നടത്തുകയോ അല്ലെങ്കിൽ ധ്യാനിക്കുകയോ ചെയ്താൽ അതിൽ വലിയ ലാഭം ലഭിക്കും. നേരത്തെ കിടന്നുറങ്ങുന്നതും നേരത്തെ എഴുന്നേൽക്കുന്നതുമാണ് വിജയത്തിന്റെ ആദ്യ പടി എന്ന പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. അതുകൊണ്ട് നിങ്ങളും വിജയിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് തുടങ്ങുക. ഇതിലൂടെ നിങ്ങൾക്ക് വലിയ വിജയം ലഭിക്കും. യഥാർത്ഥത്തിൽ പ്രാചീനകാലത്ത് വൈദ്യുതി ഇല്ലായിരുന്നു. അതുകൊണ്ട് വെളിച്ചമില്ലാത്തതിനാൽ ആളുകൾ സൂര്യാസ്തമയത്തിനു ശേഷം ഉറങ്ങുകയും സൂര്യോദയത്തിനു മുൻപ്, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ തന്നെ ഉണരുകയും ചെയ്തിരുന്നു. ഇത് പ്രകൃതിയോടൊപ്പം സഞ്ചരിക്കാനുള്ള അവരുടെ ഒരു രീതിയായിരുന്നു. അതിനാൽ പ്രകൃതിയുമായി സന്തുലിതാവസ്ഥ നിലനിർത്തുന്ന ഏതൊരു വ്യക്തിയും എപ്പോഴും ആരോഗ്യവാനായിരിക്കും. പ്രഭാതത്തിൽ നേരത്തെ എഴുന്നേൽക്കുന്നവർ പൂർണ്ണ ആരോഗ്യവാന്മാരായിരിക്കുമെന്നും രാത്രി ഷിഫ്റ്റുകളിൽ ജോലി ചെയ്യുന്നവർക്ക് പലപ്പോഴും ആരോഗ്യപ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ടെന്നും കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പറയുന്നതിന്റെ അർത്ഥം ഇതാണ്: നമ്മൾ പ്രകൃതിയുമായി ഒത്തുപോകുമ്പോൾ മാത്രമേ ആരോഗ്യത്തോടെ ഇരിക്കൂ. എന്നാൽ പ്രകൃതിക്ക് വിരുദ്ധമായി നടക്കാൻ തുടങ്ങിയാൽ നമുക്ക് ശാരീരികവും മാനസികവുമായ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും. അത്ഭുത ധ്യാനവിദ്യ. സുഹൃത്തുക്കളെ, ബ്രഹ്മമുഹൂർത്തം എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നമുക്ക് ധ്യാനവിധിയെക്കുറിച്ച് സംസാരിക്കാം. പ്രഭാത സമയമാണ് ധ്യാനത്തിന് ഏറ്റവും മികച്ചതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്ന് നമ്മൾ ബ്രഹ്മമുഹൂർത്തത്തിൽ മാത്രം ചെയ്യേണ്ട ഒരു ധ്യാനരീതിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നിങ്ങൾ ഈ വിദ്യ തുടർച്ചയായി 7 ദിവസത്തേക്ക് ദിവസവും വെറും 10 മിനിറ്റ് നേരം പരിശീലിക്കുകയാണെങ്കിൽ ഈ 7 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ ഫലം കണ്ടു തുടങ്ങും. ഇത് പ്രത്യേകിച്ച് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ആഗ്രഹമോ മനോകാമനയോ പ്രാർത്ഥനയോ സഫലമാക്കാൻ വേണ്ടിയുള്ളതാണ്. ഈ വിദ്യയെക്കുറിച്ച് പൂർണ്ണമായി സംസാരിക്കുന്നതിന് മുൻപ് ചില മുൻകരുതലുകൾ എടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഹൃദയസംബന്ധമായ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഉള്ളവർ അല്ലെങ്കിൽ രക്തസമ്മർദ്ദത്തിന്റെ പ്രശ്നമുള്ളവർ ഈ വിദ്യ പരിശീലിക്കരുത്. കാരണം ഈ വിദ്യയിൽ നമ്മൾ ശ്വാസം അടക്കിപ്പിടിക്കേണ്ടതുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം.
ഇത് വളരെ അത്ഭുതകരമായ ഒരു വിദ്യയാണ്. വളരെ വേഗം തന്നെ ഇതിന്റെ ഫലം ലഭിക്കും. ഇതിന് കാരണം ഈ വിദ്യയിൽ നമ്മൾ നമ്മുടെ ശ്രദ്ധ ആജ്ഞാചക്രത്തിൽ കേന്ദ്രീകരിക്കുന്നു എന്നതാണ്. ആജ്ഞാചക്രം നമ്മുടെ സങ്കല്പത്തിന്റെ സ്ഥാനമാണ്. നമ്മൾ ഈ ചക്രത്തിൽ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും പ്രാർത്ഥിക്കുകയോ ഒരു സങ്കല്പം ആവർത്തിക്കുകയോ ചെയ്താൽ ആ സങ്കല്പമോ പ്രാർത്ഥനയോ വളരെ വേഗം സഫലമാകും. കാരണം ഈ ചക്രത്തിന്റെ പ്രവർത്തന മേഖല തന്നെ ഇതാണ്. ഇതിനെ നമ്മൾ സങ്കല്പചക്രമെന്നും വിളിക്കുന്നു. കാരണം ഈ ചക്രത്തിൽ ധ്യാനിക്കുന്നത് നമ്മുടെ സങ്കല്പങ്ങൾ പൂർത്തിയാക്കുന്നു. നമ്മൾ എന്തെങ്കിലും ആജ്ഞാപിച്ചാൽ ആ ആജ്ഞ നിറവേറ്റപ്പെടുന്നതുപോലെയാണത്. അതുപോലെ ആദ്യം നിങ്ങളുടെ ഏതെങ്കിലും ഒരു മനോകാമന തിരഞ്ഞെടുക്കുക. നിങ്ങൾ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആഗ്രഹം നന്നായി തീരുമാനിക്കുക. എന്റെ ആഗ്രഹം ഇതാണ്, എന്റെ മനോകാമന ഇതാണ്, ഇത് സഫലമാകണമെന്ന്. കാരണം 7 ദിവസത്തേക്ക് ഈ ഒരൊറ്റ ആഗ്രഹം സാധിക്കുന്നതിനു വേണ്ടി മാത്രമാണ് നിങ്ങൾ ഈ ധ്യാനവിദ്യ പരിശീലിക്കേണ്ടത്. അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ ഒരു ആഗ്രഹം തീരുമാനിക്കുക, പിന്നീട് ധ്യാനം ആരംഭിക്കുക. പരിശീലിക്കേണ്ട രീതി: 1. ആദ്യം പുലർച്ചെ, അതായത് ഈ ബ്രഹ്മമുഹൂർത്തത്തിന്റെ സമയത്ത് നിങ്ങൾ എഴുന്നേൽക്കണം. എഴുന്നേറ്റ ശേഷം ഫ്രഷായി കുളിക്കുകയാണെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ മുഖവും കൈകാലുകളും നന്നായി കഴുകിയാലും മതിയാവും. 2. അതിനുശേഷം നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ധ്യാനമുറിയിലോ ധ്യാനനിരതനായി ഇരിക്കുക. പുറത്തുനിന്നുള്ള ശുദ്ധവായു നിങ്ങളുടെ മുറിക്കുള്ളിലേക്ക് പ്രവേശിക്കുന്ന ഒരു സ്ഥലമായിരിക്കണം. അതെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഈ വിദ്യ പ്രഭാതത്തിലെ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ചെയ്യുന്നത്. അതിനാൽ ഈ സമയത്ത് നിങ്ങൾക്ക് ശുദ്ധമായ പ്രാണവായു ആവശ്യമാണ്. അതുകൊണ്ട് മുറിയിലേക്ക് തുറന്ന വായു ലഭിക്കുന്ന അങ്ങനെയൊരു സ്ഥലത്ത് വേണം ഇരിക്കാൻ. 3. നിങ്ങൾ ധ്യാനത്തിലിരിക്കുമ്പോൾ നട്ടെല്ലും ക, ഴ, ഹു, ത, ചന്ദ്രക്കല, ത സ്വരചിഹ്നം, ഉ അനുസ്വാരം നിവർത്തി ഇരു കൈകളും മുട്ടുകളിൽ വച്ചിരിക്കുക. ഇതിനുശേഷം മുഷ്ടി ചുരുട്ടുക. ആദ്യം 2-3 മിനിറ്റ് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ശരീരത്തെ സ്ഥിരമാക്കുകയും ചെയ്യുക. 4. നിങ്ങളുടെ മനസ്സ് ശാന്തമാവുകയും ശരീരം സ്ഥിരമാവുകയും ശ്വാസോച്ഛ്വാസം സാധാരണ നിലയിലാവുകയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആജ്ഞാചക്രത്തിലേക്ക് കൊണ്ടുപോകണം. ആജ്ഞാചക്രം എന്നാൽ ഇരുപുരികങ്ങൾക്കുമിടയിൽ നമ്മൾ തിലകം ചാർത്തുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ പൊട്ടുതൊടുന്ന ആ സ്ഥാനത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരിക. അവിടെ തന്നെ മുഴുവൻ സമയവും നിങ്ങളുടെ ധ്യാനം നിലനിർത്തുക. 5. ഇനി നിങ്ങൾ ഈ സ്ഥാനത്ത് നിങ്ങളുടെ മനക്കണ്ണുകളാൽ തുടർച്ചയായി അനുഭവിച്ചറിയണം. മനക്കണ്ണുകൊണ്ട് ഈ സ്ഥലം അനുഭവിച്ചറിയുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഇവിടെ തന്നെ നിലനിർത്തുക. പിന്നീട് നിങ്ങളൊരു ദീർഘശ്വാസമെടുത്ത് അത് ഉള്ളിൽ തന്നെ അടക്കിപ്പിടിക്കുക. ശ്വാസം ഉള്ളിൽ അടക്കിപ്പിടിക്കുമ്പോഴും നിങ്ങളുടെ ശ്രദ്ധ ആജ്ഞാചക്രത്തിൽ തന്നെ ഉറച്ചിരിക്കണം. 6. ആ സമയത്ത് നിങ്ങളുടെ ഇഷ്ടദേവതയുടെയോ ഗുരുവിന്റെയോ ചിത്രം നിങ്ങളുടെ ആജ്ഞാചക്രത്തിൽ ദർശിക്കുക. ആജ്ഞാചക്രത്തിൽ ദൈവത്തിന്റെയോ ഗുരുവിന്റെയോ ചിത്രം കാണുന്നതോടൊപ്പം ശ്വാസം ഉള്ളിൽ അടക്കിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയോ സങ്കൽപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം ആവർത്തിക്കുകയോ ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ഒരു വരിയിൽ ആവർത്തിക്കണം. ഹേ ഗുരുദേവ, അല്ലെങ്കിൽ ഹേ പരമാത്മാവേ, നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് അവരുടെ മുന്നിൽ എന്റെ ആഗ്രഹം സഫലമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. 7. ശ്വാസം ഉള്ളിൽ അടക്കിപ്പിടിക്കാനുള്ള നിങ്ങളുടെ ശേഷി എത്രത്തോളമുണ്ടോ അത്രയും സമയം ആ ആഗ്രഹം ആവർത്തിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആ ശ്വാസം 10 സെക്കൻഡോ 20 സെക്കൻഡോ അല്ലെങ്കിൽ 30 സെക്കൻഡോ ഉള്ളിൽ നിർത്താം. ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ എത്രത്തോളം ശ്വാസം ഉള്ളിൽ നിർത്താൻ കഴിയുമോ അത്രയും നിർത്തുക. 8. ഇതിനുശേഷം ധ്യാനം ആജ്ഞാചക്രത്തിൽ തന്നെ നിലനിർത്തുകയും നിങ്ങളുടെ മനക്കണ്ണുകളാൽ ഇഷ്ടദേവതയെയോ ഗുരുവിനെയോ സ്മരിക്കുകയും ചെയ്യുക. ശ്വാസം ഉള്ളിൽ നിൽക്കുന്നതുവരെ നിങ്ങളുടെ ആഗ്രഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുക. ഇതിൽ കൂടുതൽ ശ്വാസം ഉള്ളിൽ നിർത്താൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ പതുക്കെ വായിലൂടെ ശ്വാസം പുറത്തുവിടുക. ഓർക്കുക, ശ്വാസമെടുക്കേണ്ടത് മൂക്കിലൂടെയും പുറത്തുവിടേണ്ടത് വായിലൂടെയുമാണ്. ഇങ്ങനെ ഇതൊരു ചക്രമായി മാറി. പിന്നീട് നിങ്ങൾ 15 അല്ലെങ്കിൽ 20 സെക്കൻഡ് നേരം അല്പം വിശ്രമിക്കുക. സാധാരണ നിലയിൽ ഇരിക്കുക. വിശ്രമത്തിന് ശേഷം ഉടൻ തന്നെ രണ്ടാമത്തെ ചക്രം ആരംഭിക്കണം. അതായത് വീണ്ടും ഒരു ദീർഘശ്വാസം എടുക്കുക. ശ്വാസം ഉള്ളിൽ തന്നെ നിർത്തുക. വീണ്ടും നിങ്ങളുടെ ശ്രദ്ധ ആജ്ഞാചക്രത്തിൽ ഉറപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ ഇഷ്ടദേവതയുടെയോ ഗുരുവിന്റെയോ ചിത്രം ദർശിക്കുക. ഇതോടൊപ്പം വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥന ആവർത്തിക്കുക. നിങ്ങളുടെ സങ്കല്പവും ആഗ്രഹവും വീണ്ടും ആവർത്തിക്കുക. ശ്വാസം ഉള്ളിൽ നിൽക്കുന്നതുവരെ അത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഇതിൽ കൂടുതൽ ശ്വാസം നിർത്താൻ കഴിയില്ലെന്ന് തോന്നുമ്പോൾ ശ്വാസം വായിലൂടെ പുറത്തുവിടുക. വീണ്ടും ഏതാനും സെക്കൻഡുകൾ വിശ്രമിക്കുക. ഇങ്ങനെ ഇത് 2 ചക്രങ്ങളായി. ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടെ നിർത്തി ഏതാനും സെക്കൻഡുകൾ വിശ്രമിച്ചുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കണം. ഏകദേശം 10 മിനിറ്റ് നേരം നിങ്ങൾ 7 ദിവസത്തേക്ക് എല്ലാ ദിവസവും ഇങ്ങനെ ചെയ്യണം. ഇതൊരു സമ്പൂർണ്ണ വിദ്യയായതുകൊണ്ട് 7 ദിവസവും സച്ചേതനമായ മനസ്സോടെ ഇത് പൂർത്തിയാക്കുക തന്നെ വേണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകൂ. നിങ്ങൾ ഇത് ഇടയിൽ വെച്ച് മുടക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകാനുള്ള സാധ്യത കുറവാണ്. ഈ വിദ്യയുടെ പിന്നിലെ ശാസ്ത്രം. ഒടുവിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഈ വിദ്യയുടെ പിന്നിലെ ശാസ്ത്രമെന്താണ്?
ഒന്നാമത്തെ കാര്യം നമ്മുടെ ആജ്ഞാചക്രം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ സങ്കല്പത്തിന്റെ സ്ഥാനമാണ് ഇത്, നമ്മുടെ ആജ്ഞയുടെ സ്ഥാനമാണ്. അതുകൊണ്ടാണ് ഇതിന് ആജ്ഞാചക്രം എന്ന് പേര് വന്നത്. അതുകൊണ്ട് നമ്മൾ ഈ സ്ഥാനത്ത് വന്ന് എന്തെങ്കിലും ആജ്ഞാപിക്കുകയോ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ ഒരു സങ്കല്പം ചെയ്യുകയോ ചെയ്താൽ ആ ആജ്ഞയും സങ്കല്പവും പ്രാർത്ഥനയും പൂർണ്ണമാകും. നമ്മൾ ആജ്ഞാചക്രത്തിൽ കേന്ദ്രീകരിച്ച് എന്തെങ്കിലും ആവശ്യപ്പെട്ടാൽ ആ ആവശ്യം നിറവേറ്റപ്പെടും, കാരണം ഇത് ഇച്ഛാപൂർത്തിയുടെ സ്ഥാനമാണ്. രണ്ടാമത്തെ കാര്യം ശ്വാസം ഉള്ളിൽ അടക്കിപ്പിടിക്കുന്നത്. നമ്മൾ ഈ രീതിയിൽ ശ്വാസം ഉള്ളിൽ അടക്കിപ്പിടിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിലൂടെ നമ്മുടെ മുഴുവൻ ശരീരത്തിലും ഒരു അടിയന്തര സാഹചര്യമുണ്ടാകുന്നു. നമ്മൾ ഇത്രയും നേരം ശ്വാസം അടക്കിപ്പിടിക്കുമ്പോൾ നമ്മുടെ മസ്തിഷ്കം നിശ്ചലമാകുന്നു, നമ്മുടെ ചിന്തകൾ നിലയ്ക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം ഇനി നിങ്ങളുടെ പക്കൽ ആഡംബരമില്ല, ആശ്വാസത്തോടെ ചിന്തിക്കാനുള്ള ആഡംബരം. അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം തെരഞ്ഞെടുത്ത് നിങ്ങളുടെ മുഴുവൻ ശ്രദ്ധയും അതിൽ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ആ സ്ഥാനത്ത് തന്നെ ഉറച്ചു നിൽക്കും. അതായത് നിങ്ങളുടെ മനസ്സ് മുൻപത്തേക്കാൾ കൂടുതൽ ഏകാഗ്രമാകും. അപ്പോൾ ശ്വാസമെടുത്ത് ഉള്ളിൽ നിർത്തുന്നത് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ്. മൂന്നാമത്തെ കാര്യം അവബോധ മനസ്സ്. നിങ്ങൾ ഈ രീതിയിൽ ഏകാഗ്രനാവുകയും നിങ്ങളുടെ ആഗ്രഹം വീണ്ടും വീണ്ടും ആവർത്തിക്കുകയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇതിലൂടെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങളുടെ ബാഹ്യ മനസ്സിൽ നിന്ന് അവബോധ മനസ്സിലേക്ക് പ്രവേശിക്കുന്നു. അതായത് നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ആ ചിന്ത 1, 2 അല്ലെങ്കിൽ 3 ദിവസങ്ങൾക്ക് ശേഷം നിങ്ങളുടെ മനസ്സിന്റെ ആഴത്തിലുള്ള തലമായ അവബോധ മനസ്സിലേക്ക് പോകാൻ തുടങ്ങുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു ചിന്തയെ നിങ്ങളുടെ അവബോധ മനസ്സിലേക്ക് ഇറക്കിവിട്ടാൽ ആകർഷണ നിയമമനുസരിച്ച് ആ ആഗ്രഹം സഫലമാകും. ഇതാണ് ഇതിന്റെ ശാസ്ത്രം. ഇതിൽ 3 കാര്യങ്ങൾ പ്രത്യേകമായി പ്രവർത്തിക്കുന്നു. ഒന്നാമത്തേത് ആജ്ഞാചക്രം, കാരണം ഇത് ആജ്ഞയുടെ സ്ഥാനമായതിനാൽ നമ്മുടെ ആജ്ഞ നിറവേറ്റുന്നു. രണ്ടാമത്തേത് ശ്വാസം ഉള്ളിൽ അടക്കിപ്പിടിക്കുമ്പോൾ ശരീരത്തിലൊരു അടിയന്തര സാഹചര്യമുണ്ടാകുന്നു. ഇതിലൂടെ അനാവശ്യ ചിന്തകളിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുന്നു, നിങ്ങളുടെ മനസ്സ് പെട്ടെന്ന് ഏകാഗ്രമാകുന്നു. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ അവബോധ മനസ്സ് തുറക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം അവബോധ മനസ്സിലേക്ക് പോകുന്നു. അതിലൂടെ ആ ആഗ്രഹം സഫലമാകുന്നതിനുള്ള വാതിലുകൾ തുറക്കാൻ തുടങ്ങുന്നു. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഈ വിദ്യ ബ്രഹ്മമുഹൂർത്തത്തിന്റെ സമയത്താണ് ചെയ്യുന്നത് എന്നതാണ്. ബ്രഹ്മമുഹൂർത്തത്തിന്റെ സവിശേഷത ഞാൻ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് വിശദമായി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും വിദ്യ ബ്രഹ്മമുഹൂർത്തത്തിൽ, അതായത് പ്രഭാതത്തിൽ ചെയ്യുകയാണെങ്കിൽ ഈ സമയം ദേവന്മാരുടെ സമയമാണ്, പരമാത്മാവിന്റെ സമയമാണ്. അതിനാൽ ഈ സമയത്ത് നിങ്ങളുടെ ശുദ്ധമായ മനസ്സോടെ ഏതൊരു പ്രാർത്ഥന നടത്തിയാലും ആ പ്രാർത്ഥന തീർച്ചയായും കേൾക്കപ്പെടും. ഇപ്പോൾ നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലായിട്ടുണ്ടാകും. നിങ്ങളും എന്തെങ്കിലും പ്രതിസന്ധിയിൽ അകപ്പെട്ടിരിക്കുകയാണെങ്കിൽ, ആ പ്രതിസന്ധിയിൽ നിന്ന് പുറത്തു കടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനായി നിങ്ങൾക്ക് ഈ രീതിയിൽ ധ്യാനിക്കാം. അല്ലെങ്കിൽ ജീവിതത്തിൽ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ടതോ അത്യാവശ്യമായതോ ആയ ഏതെങ്കിലും ആഗ്രഹമോ മനോകാമനായോ ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ വിദ്യയിലൂടെ നിങ്ങൾക്കത് ജീവിതത്തിൽ നേടിയെടുക്കാം. ഒരു കാര്യം കൂടി, മറ്റൊരാൾക്ക് ദോഷം വരുത്തുന്ന ഒന്നിനും വേണ്ടി ഈ വിദ്യ ഉപയോഗിക്കരുത്. അല്ലാത്തപക്ഷം അതിന്റെ ദൂഷ്യഫലങ്ങൾക്ക് നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. നിങ്ങൾ ഈ വിദ്യ സച്ചേതനമായ മനസ്സോടെ പരിശീലിക്കുക, കാരണം ഈ വിദ്യ ഞങ്ങൾ പരീക്ഷിച്ചറിഞ്ഞ ഒന്നാണ്. ഞാൻ തന്നെ എന്റെ ജീവിതത്തിൽ ഇത് പലതവണ പരീക്ഷിക്കുകയും എപ്പോഴും വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളും തീർച്ചയായും വിജയിക്കും. ഇത് തുടർച്ചയായി പരിശീലിക്കുക, നിങ്ങൾക്ക് വലിയ ലാഭമുണ്ടാകും. ഇന്നത്തെ ഞങ്ങളുടെ ഈ അവതരണം നിങ്ങൾക്കെങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റിൽ തീർച്ചയായും അറിയിക്കുക.